വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു ദിസ് ഇസ്, ദാറ്റ് ഇസ്, ദീസ് ആർ, ദോസ് ആർ വെച്ച് കുറച്ച് സെൻറ്റൻസുകൾ ഫോം ചെയ്യാം. ദിസ് ഇസ്, ദാറ്റ് ഇസ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാനാണ്. സിംഗുലർ എന്ന് വെച്ചാൽ ഒരെണ്ണം. ദീസ് ആർ, ദോസ് ആർ യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? ആർ അവിടെ യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? പ്ലൂരൽ, ഒന്നിലധികം ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണ കുറച്ച് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. ഏതൊരാളും ആദ്യം മീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആദ്യം പറയാം? നമ്മുടെ പേര് പറയാനാണ് നോക്കാം. ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേര് പറയാം? എൻ്റെ പേര് സ്നേഹ, അല്ലെങ്കിൽ ഞാൻ സ്നേഹയാണ് എന്നാണ് നമ്മൾ പറയാം. ഇപ്പം നിങ്ങളുടെ നെയിം ബിന്ദു എന്നാണെന്നൊക്കെ, എൻ്റെ പേര് ബിന്ദു അല്ലെങ്കിൽ ഞാൻ ബിന്ദു ആണ്, അങ്ങനെ നമുക്ക് പറയാം. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കും? എൻ്റെ പേര് സ്നേഹ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിലാക്കാം? എൻ്റെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? മൈ. എൻ്റെ പേര്, മൈ നെയിം ഇസ് സ്നേഹ. മൈ നെയിം ഇസ് സ്നേഹ. അവിടെ ഈസ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? സിംഗുലർ ആണ്, ഒരാളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എൻ്റെ നെയിം ആകുന്നു സ്നേഹ, മൈ നെയിം ഇസ് സ്നേഹ. ഇനി ഞാൻ സ്നേഹയാണ് എന്ന് എങ്ങനെ നമ്മൾ പറയാം? ഐ ആം സ്നേഹ. ഇവിടെ ആം യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? ഞാൻ്റെ ഇംഗ്ലീഷ് ഐ. ഞാൻ ആകുന്നു സ്നേഹ. അതൊരു ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ആം വന്നതാണ്. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ. ഞാനാകുന്നു സ്നേഹ. ക്ലിയർ ആയോ? എൻ്റെ പേര് ലീന എന്നിങ്ങനെ പറയും നമ്മൾ. മൈ നെയിം ഇസ് ലീന. ഇനിയിപ്പോൾ അതല്ല പറയണ്ടേ, അവളുടെ പേര് ലീന എന്നിങ്ങനെ നമ്മൾ പറയും. അവളുടെ ഇംഗ്ലീഷ് എന്താ? ഹെർ. പേര്, അവളുടെ പേര്, ഹെർ നെയിം ഇസ് ലീന. ഇനി അവളല്ല, അവനാന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഹെറിൻ്റെ പകരം എന്താ യൂസ് ചെയ്യുക? ഹിസ്. ഹിസ് നെയിം ഇസ് റോണി. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് എങ്ങനെ ഞാൻ പറയും? ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനാകുന്നു ഒരു വിദ്യാർത്ഥി. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇവിടെ എ സ്റ്റുഡൻറ്റ് വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്നലെ പഠിച്ചു, എ യൂസ് ചെയ്യുക, വവ്വലില്ലാത്ത വേർഡിനാണ് എ യൂസ് ചെയ്യുക. വവ്വൽ ഉണ്ടെങ്കിൽ അവിടെ ആനാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാണ്, അവളൊരു ഡോക്ടറാണ്. അങ്ങനെ പറയും. അവൾ, ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എ ഡോക്ടർ. ഇനി പറയാണ്, അവനൊരു എഞ്ചിനീയർ ആണെന്ന് പറയണമെന്നൊക്കെ നമ്മൾ എന്താ പറയുക? ഹീ ഈസ് ആൻ എഞ്ചിനീയർ. എന്തുകൊണ്ടാണ് അവിടെ ആൻ വന്നത്? എഞ്ചിനീയറിൻ്റെ സ്റ്റാർട്ടിങ് ഇ ആണ്, ഈ ഒരു വവ്വലാണ്. അതുകൊണ്ടാണ് ഹീ ഈസ് ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞത്. വേറൊരു സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ടോണി എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദറിൻ്റെ ഇംഗ്ലീഷ് എന്താ? മൈ ബ്രദർ. അപ്പോൾ ടോണി ഇസ് മൈ ബ്രദർ. ഇസ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാ? സിംഗുലർ ആണ്. ടോണി എൻ്റെ ബ്രദറാണ്. ടോണി ഇസ് മൈ ബ്രദർ. ഇതുപോലെ തന്നെ ലീന എൻ്റെ സിസ്റ്റർ ആണെന്ന് എങ്ങനെ പറയപ്പോൾ? ലീന ഈസ് എൻ്റെ സിസ്റ്റർ, മൈ സിസ്റ്റർ. ഇനി നമുക്ക് വേറെ ഒരു കാര്യം പറയണം. നമ്മൾ ചെയ്യണ ഒരു കാര്യം പറയണം. ഇത്ര നേരം നമ്മൾ ചെയ്യണ വർക്കൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഹോബീസായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ എന്താ ചെയ്യുക? അപ്പം അതൊന്ന് ജസ്റ്റ് പറയണമെന്ന് വിചാരിക്കും. ഞാൻ ഭക്ഷണം പാചകം ചെയ്യുന്നത് എങ്ങനെ പറയാം? ഐ കുക്ക് ഫുഡ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐ എഴുതി, പിന്നെ നമ്മൾ ചെയ്യണ വേർബ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചെയ്യണ പ്രവൃത്തിയാണ് രണ്ടാമത് എഴുതുന്നത്. ഐ കുക്ക്, എന്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്? ഫുഡ്. ഐ കുക്ക് ഫുഡ്. മനസ്സിലായോ? അവൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? ഇതിലത്തെ വേർബ് എന്താ? ആ പ്രവൃത്തി എന്താ? ഇഷ്ടം. അവൾക്ക്, ഷീ ലൈക്സ് ഐസ്ക്രീം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക,
ഐ വെച്ച് പറയുമ്പോൾ വേർബിന് ഒരു മാറ്റവും വരില്ല. വേർബിന് എസ്ഒ ഇഎസ്ഒ ആഡ് ചെയ്യില്ല. ഐ കുക്ക് ഫുഡിൽ നമ്മൾ കുക്സ് എന്നോ ഒന്നും വേറെ എഴുതിയിട്ടില്ല. ഐ കുക്ക് ഫുഡ്. ഇവിടെ ഷീ ലൈക്സ് ഐസ്ക്രീം എന്നാണ് എഴുതേണ്ടത്. നമ്മൾ വേറൊരാളെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഒരു എസ് ആഡ് ചെയ്യണം. ഇനി അവൾ കുക്ക് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഐ കുക്ക് ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ അതേ സെന്റൻസ് നമുക്ക് അവൾ കുക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഷീ കുക്സ് ഫുഡ്. മനസ്സിലായോ? ഇനി ഞാനൊരു സെന്റൻസ് പറയാം. നിങ്ങൾ ആൻസർ കമന്റ് സെക്ഷനിൽ എഴുതിയോളാം. എനിക്ക് ഫ്രഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ഫ്രഞ്ച്. അവൾക്ക് ഫ്രഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ എഴുതും? ഷീ ലൈക്സ് ഫ്രഞ്ച് വെരി മച്ച് എന്ന് നമുക്ക് എഴുതാം. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടി? ഇത്ര നേരം നമ്മൾ ഒരാളെ വെച്ച് സെന്റൻസ് ഫോം ചെയ്യാനാണ് പഠിച്ചത്. ഇനി നമുക്ക് ഒന്നിലധികം ആൾക്കാരെ കുറിച്ച് പറയണമെങ്കിലോ? ഒന്നിലധികം ആൾക്കാരെ വെച്ച് സെന്റൻസ് പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മാതാപിതാക്കൾ റിട്ടയർഡ് ആണെന്ന് എങ്ങനെ പറയും? എൻ്റെ മാതാപിതാക്കളുടെ ഇംഗ്ലീഷ് എന്താ? മൈ പാരൻസ് ആർ റിട്ടയർഡ്. ഇവിടെ ആർ യൂസ് ചെയ്തത് എന്താ? നമ്മൾ ഒരാളെ കുറിച്ചല്ല പറയണത്, രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. മൈ പാരൻസ് ആർ റിട്ടയർഡ്. ഇനി എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരാണെന്ന് എങ്ങനെ പറയും? മൈ പാരൻസ് സെയിം റിട്ടയർഡ് വെച്ച പോലെ തന്നെ ആർ ടീച്ചേഴ്സ്. മൈ പാരൻസ് ആർ ടീച്ചേഴ്സ്. ഇനി പറയണം റോണിയും രോഹിത്തും സഹോദരന്മാരാണെന്ന് എങ്ങനെ പറയും? രണ്ടുപേരെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷിൽ ഒരിക്കലും റോണി രോഹിത് എന്ന് ഒരുമിച്ച് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ഇടയിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? ഒരു ആൻഡ് വെക്കണം. റോണി ആൻഡ് രോഹിത് ആർ ബ്രദേഴ്സ്. എന്തുകൊണ്ടാ? രണ്ടുപേരെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അടുത്തത് നമ്മൾ അവര് ഭയങ്കര ക്ഷീണിതരാണെന്ന് എങ്ങനെ പറയും? അവരുടെ ഇംഗ്ലീഷ് എന്താ? അവര് എന്താ എൻ്റെ ഇംഗ്ലീഷ്? ദേ ആർ ടയേർഡ്. ഇനിയിപ്പോൾ അവിടെ ദേ അല്ല, അവിടെ നമുക്ക് പറയണം കുട്ടികൾ കുറച്ച് ടയേർഡ് ആണെന്ന് എങ്ങനെ പറയാം? ഇന്നലെ നമ്മൾ പറഞ്ഞു കുട്ടികൾ ഒന്നിലധികം പേരുള്ളപ്പോൾ എന്താ നമ്മൾ പറയാ? ചിൽഡ്രൻ. ദ ചിൽഡ്രൻ ആർ ടയേർഡ്. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഈസി ആയിട്ട് കുറച്ച് സെൻറ്റൻസുകൾ ഫോം ചെയ്യാനാണ് പഠിച്ചത്. നമ്മുടെ പേരെങ്ങനെയാണ് പറയാ? നമ്മളിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യണേ, അതുപോലെ നമുക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ഇഷ്ടം, അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളും അവരെ നമ്മളെ മാത്രമല്ല ബാക്കിയുള്ളവരെ വെച്ചും സെൻറ്റൻസ് ഫോം ചെയ്യാമെന്ന് പഠിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്